ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ച അതേപോലെ തന്നെ അതായത് ഇപ്പോൾ ഇസ്രായേൽ ഇറാനെതിരെ വലിയൊരു അറ്റാക്ക് നടത്തിയിരിക്കുന്നു. അവരുടെ 4 ഇമ്പോർട്ടൻറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെയാണ് ഒറ്റ സ്ട്രൈക്ക് കൊണ്ട് ഇല്ലാണ്ടാക്കിയത്. ഇറാനെ സംബന്ധിച്ചോളം ഇത് അവരുടെ ഏറ്റവും വലിയ ബ്ലാക്ക് ഡേ ആണ്. അപ്പോൾ കംപ്ലീറ്റ് അറ്റാക്കിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഇത് വാർ അപ്ഡേറ്റ് ആണ്. പ്രത്യേകിച്ചും എനിക്ക് ഓഫീസ് ഉണ്ട്, അതുകൊണ്ട് എല്ലാ വീഡിയോസും അടുത്തടുത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് സെപ്പറേറ്റ് നമ്മളൊരു വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്തതിൻ്റെ താഴെ ലിങ്ക് കൊടുക്കാം. അതിൽ ജോയിൻ ചെയ്താൽ മതി. എല്ലാ അപ്ഡേറ്റും വീഡിയോസും ഫോട്ടോസും എല്ലാം തന്നെ നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വൈകുന്നേരം ഒരു വീഡിയോ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ചാനലുകൾ ഇതിൽ കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നതായിരിക്കും. ഷോർട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്നവരും പ്രത്യേകിച്ചും ഇന്നലത്തെ വീഡിയോ കണ്ട് എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിരുന്നു, അതായത് ആ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇറാനെതിരെ ഇസ്രായേൽ ശക്തമായ ഒരു അറ്റാക്ക് നടത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. ഇറാനെതിരെ ഇന്ന് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഓപ്പറേഷന് ഇസ്രായേൽ കൊടുത്തിരിക്കുന്ന പേരെന്ന് വെച്ചാൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ്. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒറ്റ സ്ട്രൈക്കിൽ 240ഓളം സൈറ്റുകൾ സ്ട്രൈക്ക് ചെയ്തു എന്നാണ് ഇപ്പോൾ ഇറാൻ ഒഫീഷ്യലി കൺഫേം ചെയ്തത്. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് സ്ട്രൈക്ക് ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ ന്യൂക്ലിയർ സൈറ്റുകളാണ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. സ്ട്രൈക്ക് നിർത്തി എന്ന് ഇസ്രായേൽ ഇതുവരെയും കൺഫേം ചെയ്തില്ല. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് സ്ട്രൈക്ക് ഇനിയും തുടരും. അവരുടെ കംപ്ലീറ്റ്, അതായത് ഈ ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാണ്ടാകുന്നോളം വരെ ഞങ്ങൾ കംപ്ലീറ്റ് സ്ട്രൈക്ക് നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അമേരിക്കയിൽ നിന്ന് വരുന്ന ന്യൂസ് എന്ന് വെച്ചാൽ അത് ഞങ്ങൾ ഇതിൽ ഇല്ല, അതായത് ഇസ്രായേലാണ് സ്ട്രൈക്ക് ചെയ്തത്. എന്നാൽ ഇറാൻ ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്നു, അതായത് അമേരിക്കയുടെ കൃത്യമായ സഹായത്തോടു കൂടിയാണ് ഇത്രയും വലിയൊരു സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരുവിധ മാറ്റവുമില്ല. 240 സ്ട്രൈക്കുകളും അതായത് അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇസ്രായേലിനെതിരെ ഇറാൻ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അമേരിക്ക സഹായിക്കാൻ വരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ തന്നെ ഇറാൻ കംപ്ലീറ്റ് അവരുടെ എയർ സ്പേസ് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്ന, അതായത് സ്ട്രൈക്ക് ചെയ്ത് അടുത്ത മിനിറ്റ് കൊണ്ട് തന്നെ അതായത് ഓയിൽ പ്രൈസ് ഗ്ലോബൽ ലെവൽ 8% കൂടിയിട്ടുമുണ്ട്. ഇനി സ്ട്രൈക്ക് ചെയ്ത ഏതൊക്കെ സ്ഥലത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് തബീർസ്, അതുപോലെ തന്നെ തെഹ്റാൻ, കെർമാഷ, അതുപോലെ തന്നെ അറാഖ്, ഇഫഹാൻ, അതുപോലെ തന്നെ നട്ടാസ് എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നോക്കി തന്നെയാണ് ഇസ്രായേൽ ഈ വട്ടം സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. സ്ട്രൈക്ക് ചെയ്തത് അവരുടെ ന്യൂക്ലിയർ സൈറ്റ് തന്നെയാണ്. ന്യൂക്ലിയർ ആണവായുധം ഉണ്ടാവരുത് എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ടാണ്. അപ്പോൾ ഈ ഒരൊറ്റ സ്ട്രൈക്ക് കൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട 4 ലീഡേഴ്സാണ് ഇല്ലാണ്ടായത്. അത് ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആൾ സർദാർ സലാമി ആരാന്ന് വെച്ചാൽ അതായത് അവരുടെ IRGCന്റെ ടോപ്പ് കമാൻഡർ. അതായത് IRGC എന്ന് പറയുമ്പോൾ ഇറാൻ മിലിറ്ററിയാണ്, അതായത് ഇറാൻ റവല്യൂഷണറി മിലിറ്ററി ഗാർഡ്, അതാണ് IRGC എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ടോപ്പ് കമാൻഡർ തന്നെയാണ് ആദ്യം ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം, ഇത് 1-2 സീരിയസ് സ്ട്രൈക്കല്ല, ഒറ്റ സ്ട്രൈക്ക് കൊണ്ടാണ് ഒരു IRGCന്റെ ടോപ്പിലുള്ള ഒരാളെ തീർത്തിരിക്കുന്നത്. അടുത്തതാരാന്ന് വെച്ചാൽ ഈ IRGC തന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലീഡറായ സർദാർ റാഷിദ് എന്ന് പറയുന്ന ഇവരെയും ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ IRGCന്റെ ടോപ്പ് 2 കമാൻഡേഴ്സിനാണ് ഒറ്റ സ്ട്രൈക്ക് കൊണ്ട് ഇസ്രായേൽ ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ ആളാരാന്ന് വെച്ചാൽ ഡോക്ടർ ഫെറയോഡൻ അബ്ബാസി. അപ്പോൾ ഇതാരാന്ന് വെച്ചാൽ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആണ് ഇറാന്റെ. അതായത് ഇറാന്റെ ന്യൂക്ലിയർ ശക്തി ഇല്ലാണ്ടാക്കാനാണല്ലോ അതായത് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയർ സൈറ്റിലുള്ള പ്രധാന ചീഫ് സയന്റിസ്റ്റിനെ തന്നെ ഇല്ലാണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ട് തന്നെ ഇത് ഓൾറെഡി ഇസ്രായേൽ പലവട്ടം ചെയ്തതാണ്, അതായത് ചീഫ് സയന്റിസ്റ്റിനെ ഇല്ലാണ്ടാക്കുന്നത്. ഈ വട്ടം ആ ചീഫ് സയന്റിസ്റ്റിനെ ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. ഇത് ഡോക്ടർ തെഹ്റാൻസി, ഇതും ന്യൂക്ലിയർ സയന്റിസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ലീഡർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 4 പേരും ഇസ്രായേൽ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ്, അതായത് ഇറാൻ വേണമെന്ന് വെച്ച് വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇറാൻ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ട് എന്ന് തോന്നുന്നില്ല, അങ്ങനെ ഇല്ലെങ്കിൽ ഏറ്റവും വലിയൊരു വില കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് തീർന്ന് അതേ രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഓരോ സ്ട്രൈക്കും അവർ സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് നടത്തി വെച്ചിരിക്കുന്നത്. ഇറാന് ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് വിട്ടുകളയാൻ ഇനി ഇറാൻ തയ്യാറാവില്ല, കാരണം ഇറാൻ സ്ട്രോങ് ആയിട്ട് റിട്ടാലിയേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇറാന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് ഈ വട്ടം. സ്ട്രൈക്ക് ചെയ്തില്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഇറാന്റെ ഉള്ളിൽ തന്നെ നടക്കും. അതുകൊണ്ട് തന്നെ ഇറാൻ സ്ട്രൈക്ക് ചെയ്യും എന്നുള്ളത് യാതൊരു സംശയമില്ല. അത് ഇന്നത്തോടുകൂടി സ്ട്രൈക്കിംഗ് ഉണ്ടാകും എന്നാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി മുമ്പ് ഇസ്രായേൽ ഇത് തീർത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ഇത് വീണ്ടും സ്ട്രൈക്ക് ചെയ്യോ അല്ലെങ്കിൽ ഇറാന്റെ റിട്ടാലിയേഷൻ എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് സ്ട്രൈക്ക് ചെയ്യോ എന്നുള്ള കാര്യത്തിന് വേണ്ടി ഇപ്പോഴും നമുക്ക് കൺഫർമേഷന് വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ പ്രധാനമായും നടന്നൊരു കാര്യം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മൾ 6 മണിത്തെ വീഡിയോയിലും ഉണ്ടാവും, അതുപോലെ തന്നെ ഷോർട്ട് ചാനലിലും ഉണ്ടാവും. എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസുകളും കിട്ടുന്നതായിരിക്കും. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ.